യൂണിവേഴ്സിന്റെ ഈ ദിവ്യവും അലൗകികവുമായ സന്ദേശം ഈ നിമിഷം നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവനെ, ഇതൊരു യാദൃശ്ചികതയല്ല. ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളിലേക്കെത്തിക്കുക എന്നത് എന്റെ തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വന്നതാണ്. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ 2 വഴികൾ വരാൻ പോകുന്നു. രണ്ടും നിങ്ങൾക്ക് ഏറെ ലാഭകരമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വഴിതെറ്റരുത്. ആരുടെയും വാക്കുകൾ കേൾക്കരുത്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കുക. എന്റെ പ്രിയപ്പെട്ടവനെ, അടയാളങ്ങൾ തിരിച്ചറിയുക. ഞാൻ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്നും വഴി കാണിച്ചു തരുന്നുണ്ട്. എളുപ്പമുള്ള വഴിയാണ് ഞാൻ ഒരുക്കുന്നത്. എന്തിനാണ് പരിഭ്രാന്തരാകുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സവും വരില്ല. ഒരു പ്രശ്നവും നിങ്ങളെ അലട്ടില്ല. എപ്പോൾ വിപത്തുകളുണ്ടായാലും കുറവുകൾ അനുഭവപ്പെട്ടാലും പരമപിതാവായ പരമേശ്വരനെ സ്മരിക്കുക. നിങ്ങളുടെ ജീവിതം അദ്ദേഹത്തിന് സമർപ്പിക്കുക. നോക്കൂ, നിങ്ങൾക്കെത്ര സുഖകരമായ അനുഭവമാണുണ്ടാകുന്നത്. നോക്കൂ, എല്ലാം എത്ര നന്നായി നടക്കുന്നു. ദുഃഖത്തിന്റെ മേഘങ്ങൾ അകന്നുപോകും. ഒരു പുതിയ പുലരി ഉണരും. ജീവിതം അത്ഭുതകരമായി മാറിമറിയും. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ കണ്ണീരും ദുഃഖവും കഷ്ടപ്പാടുകളും ഇനി സന്തോഷമായി മാറും. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ ഇനി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു മനോഹരമായ സന്തോഷവാർത്ത വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആശംസകൾ. നിങ്ങളുടെ സമയം മാറാൻ പോകുന്നു. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ശുഭകരമായ ഫലം ലഭിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇത് ബ്രഹ്മാണ്ഡത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ കർമ്മത്തിലേക്ക് ചുവടുവയ്ക്കൂ. നിങ്ങളുടെ ഭാഗ്യം നിർണയിക്കപ്പെടും. സുവർണ പേന കൊണ്ട് പരമപിതാവായ പരമേശ്വരൻ നിങ്ങളുടെ വിധി എഴുതുകയാണ്. ഈ സമയം വളരെ ഗൗരവമേറിയതാണ്. കാരണം പോസിറ്റീവ് ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ശക്തികളിൽ നിന്ന് അകന്നുപോകുന്നു. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, പവിത്രീകരിക്കപ്പെടുന്നു. നന്മകൾ നിങ്ങളിൽ നിറയുകയാണ്. എന്റെ കുട്ടി, ഇതംഗീകരിക്കൂ. പുണ്യ ആത്മാക്കൾ നിങ്ങളറിയാതെ നിങ്ങളുമായി ബന്ധപ്പെടും, നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് വഴി കാണിച്ചുതരും. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത സന്തോഷങ്ങൾ ഇനി നിങ്ങളിലേക്ക് എത്തും. ഇത് പ്രപഞ്ചത്തിന്റെ ദിവ്യമായ തീരുമാനമാണ്. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവനെ, സൂര്യപ്രകാശം പോലെ നിങ്ങളുടെ സുവർണഭാവി നിങ്ങളെ വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ പുരോഗതിയും വളർച്ചയും ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്കായി സങ്കീർണമായ വഴികൾ പെട്ടെന്ന് തുറക്കപ്പെടും. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ലഭിക്കാൻ തുടങ്ങും. വഴികൾ എളുപ്പമുള്ളതായി മാറും. എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്തിരുന്നു. അതിന്റെ ഫലം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ കർമ്മങ്ങളുടെ ഫലം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്നു, മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ പുരോഗതിയുണ്ടാകും. നിങ്ങൾക്ക് മക്കളുടെ സന്തോഷം ലഭിക്കും. അവരുടെ ഭാവി ശോഭനമാകും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഭാഗ്യം തെളിയാൻ തുടങ്ങും. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് സന്തോഷം മാത്രം കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇത് ചിന്തിച്ചിരിക്കാനുള്ള സമയമല്ല, ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനുള്ള സമയമാണ്. ശരിയായ തീരുമാനമെടുക്കൂ. ജീവിതത്തിൽ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ പുരോഗതി കണ്ട് ആളുകൾ അത്ഭുതപ്പെടും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുകയും സന്തോഷങ്ങൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ള അശാന്തികളെല്ലാം മാറിപ്പോകും. ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. ശുഭകരമായ കാര്യങ്ങൾ നടക്കും. നിങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കും. സൂര്യനെപ്പോലെ നിങ്ങൾ തിളങ്ങും. ജീവിതം പെട്ടെന്ന് പ്രകാശപൂരിതമാകും. എന്റെ പ്രിയപ്പെട്ടവനെ, ഇതൊരു യാദൃശ്ചികതയല്ല, എന്റെ തീരുമാനമാണ്. എന്റെ കുട്ടി, ആരോ ഒരാൾ നിങ്ങളിലേക്കെത്താൻ വ്യാകുലപ്പെടുന്നുണ്ട്. മുൻജന്മ ബന്ധമാണ് നിങ്ങളുമായുള്ളത്. അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും രൂപം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്ന ഒരാളുണ്ട്. ഒരു ദിവ്യശക്തി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമയത്തിന്റെ ചക്രമാണ്, വളരെ ശക്തനാണ്, തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അനുകൂലമായും ചിലപ്പോൾ പ്രതികൂലമായും വരാം. മനുഷ്യന്റെ കഠിനമായ സാഹചര്യങ്ങളിലും തോറ്റുകൊടുക്കാതെ സംയമത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോകുന്ന മനുഷ്യനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾക്കും ഒരുപാട് തടസ്സങ്ങളും വിപത്തുകളും ഉണ്ടായി. എങ്കിലും നിങ്ങൾ ക്ഷമയോടെ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവനെ, ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് എത്ര ലളിതവും എളുപ്പവുമായി മാറുന്നു. പെട്ടെന്ന് ചില രഹസ്യങ്ങൾ വെളിപ്പെടും. വഴികൾ തുറക്കും.
ഒരു സാധാരണക്കാരൻ പോലും നിങ്ങൾക്ക് വലിയ സഹായമായി മാറും. പെട്ടെന്ന് സന്തോഷത്തിന്റെ ഒരു തരംഗമുണ്ടാകുകയും എല്ലാം ശരിയാവുകയും ചെയ്യും. ആ നിമിഷത്തിനായി കാത്തിരിക്കൂ. ആ നിമിഷങ്ങൾ നിങ്ങൾക്കായി വരാൻ പോകുന്നു. ഒരുപാട് സന്തോഷങ്ങളും ഒരു ശുഭവാർത്തയും ഉടൻ തന്നെ നിങ്ങളിലേക്കെത്തും. ഈ സന്ദേശത്തിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ രാത്രിയായെന്നു വരാം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ലഭിക്കില്ല. സന്തോഷത്തിനു ശേഷം ദുഃഖവും വരും. ദുഃഖത്തിനു ശേഷം വീണ്ടും സന്തോഷത്തിന്റെ ഒരു പുലരിയുണ്ടാകും എന്റെ കുട്ടി. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ബ്രഹ്മാണ്ഡം മനുഷ്യരെ വളരെ മനോഹരമായി പരീക്ഷിക്കുകയാണ്. ഉള്ളിൽ കഴിവുള്ളവനും സമർപ്പണബോധമുള്ളവനും മാത്രമേ ശരിയായ വഴിയിലൂടെ ചുവടുവെക്കാൻ സാധിക്കൂ. പ്രേമഭാവത്തോടെ പരമപിതാവായ പരമേശ്വരനെ ഓർക്കുക. പിന്നെ നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ നടക്കാൻ പോകുന്നതെന്ന്. അതിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അവസാനം വരെ നിങ്ങൾ സുഖമനുഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കും. മറന്നുപോലും നിങ്ങളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല എന്റെ കുട്ടി. നിങ്ങളെല്ലാം നിങ്ങളുടേതായ ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയാണ്. സംയമത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നു. നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു. സുഖം വർഷിക്കപ്പെടുന്നു. വരൂ എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചുതരാം. മുന്നോട്ടു പോകൂ, ഞാൻ നിങ്ങളെ വിജയിയാക്കാം. പ്രപഞ്ചം ഈ സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾക്കുവേണ്ടി മാത്രമുള്ളതാണ് എന്റെ കുട്ടി. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിച്ചുവെന്ന് മനസ്സിലാക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി ഉണ്ടാകാൻ പോകുന്നു. അതെന്റെ ശക്തികളാൽ നയിക്കപ്പെടുന്നതായിരിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. സന്തോഷം വർഷിക്കും. ആനന്ദം അനുഭവിക്കും. കാരണം സ്വന്തം ജീവിതത്തിന് സ്വയം പ്രചോദനം നൽകുകയും സ്വയം വഴി കാണിക്കുകയും ചെയ്യുന്ന ഒരേയൊരു മനുഷ്യൻ നിങ്ങളാണ്. സ്നേഹം ലഭിക്കാൻ സ്നേഹം നൽകേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് തിരികെ സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നു. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകളെ അവഗണിച്ചിട്ടില്ല. ആരുടെയും കണ്ണീരിന് കാരണമായിട്ടില്ല. മറ്റുള്ളവരുടെ ദുഃഖം ദൂരെ നിന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നിലുള്ള ആളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നിങ്ങളെ തള്ളിക്കളഞ്ഞ ലോകം എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കുന്നതെന്ന്. ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനാഗ്രഹിക്കും. നിങ്ങളെ കാണാനാഗ്രഹിക്കും. നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെട്ട ആളുകൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീങ്ങും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഇനി യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. പെട്ടെന്ന് എന്റെ കുട്ടി, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. പ്രകൃതി നിങ്ങളുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കും. നിങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾക്ക് പെട്ടെന്ന് തന്നെ മാപ്പ് നൽകപ്പെടും. പരമപിതാവായ പരമേശ്വരൻ ഇപ്പോൾ നിങ്ങളുടെ വഴി ഒരുക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട്. ഈ കാര്യം ഓർമ്മിക്കുക. ഇനി ആരും നിങ്ങളെ വിമർശിക്കില്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ കർമ്മങ്ങളും ചർച്ച ചെയ്യപ്പെടും. ദൂരദിക്കുകളിൽ വരെ നിങ്ങളുടെ പ്രശംസകൾ ഉയരും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയം ലഭിക്കും. നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും സ്വയം നീക്കം ചെയ്യപ്പെടും. ഇതൊരു അത്ഭുതത്തിൽ കുറവായിരിക്കില്ല. അത് നിങ്ങൾ നേരിട്ട് കാണും. സൗകര്യങ്ങൾ വർദ്ധിക്കും. നിങ്ങൾക്ക് സുഖം ലഭിക്കും. ക്ഷമയോടെയിരിക്കൂ എന്റെ പ്രിയപ്പെട്ടവനെ. ഉയരങ്ങൾ കീഴടക്കാൻ തയ്യാറായിരിക്കൂ. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് ഇന്ന് തന്നെ തുറക്കപ്പെടുന്നതുപോലെയാണ് തോന്നുന്നത്. നിങ്ങളുടെ ഭാരം ചുമക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രമാണെന്ന് ലോകത്തിനറിയാം. സംശയങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും നിമിഷങ്ങളിൽ എന്റെ അടുത്തേക്ക് വരൂ. എല്ലാ കൊടുങ്കറ്റുകളിലും നിങ്ങളെ നയിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് ബലഹീനത തോന്നുമ്പോഴും മുന്നോട്ടുള്ള വഴി വ്യക്തമല്ലാത്തപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും വാതിലടഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങളുടെ പവിത്രമായ ഹൃദയത്തിലും നിർമ്മലമായ ആത്മാവിലും ആകർഷിക്കപ്പെട്ട് ഒരു പോസിറ്റീവ് അദൃശ്യശക്തി നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദിവ്യശക്തിക്കിത് മനസ്സിലായപ്പോൾ അവർ അതിനെ പരിചയപ്പെടുത്തി. ഈ സൃഷ്ടിയിൽ ജീവിക്കുന്നതുവരെ ഒരു ആത്മാവിനെ മാത്രം നയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആരോ ഒരു വലിയ വ്യക്തിയുണ്ടായിരുന്നു. അവർ ഈ ദിവ്യശക്തിയുടെ മാർഗനിർദ്ദേശത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. ഇന്നവർ ഈ ലോകത്തില്ല, പരലോകത്താണ്. അവർക്ക് ശേഷം ഈ ദിവ്യശക്തി നിങ്ങളെ നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ നന്മയും നിങ്ങളുടെ നിശ്ചയദാർഢ്യവും നിങ്ങളുടെ നിർമ്മലമായ ആത്മാവും കണ്ട് ആകൃഷ്ടമായാണ് ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതം സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കുക എന്നതും നിങ്ങളെ ഒരു കാര്യത്തിൽ മിടുക്കനാക്കി വലിയ നിലയിൽ എത്തിക്കുക എന്നതുമാണ്. നിങ്ങൾക്ക് ഈ അദൃശ്യശക്തിയെ സംശയിക്കാൻ കഴിയില്ല. കാരണം ഈ ശക്തി മുൻപും ഒരു വലിയ ആത്മാവിനെ നയിക്കുകയും ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്.
നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും ശക്തി നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതിന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശക്തിയുടെ പ്രവേശം ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. നിങ്ങൾക്ക് എവിടെ വരെ പോകണമെന്നും അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്നും ഈ അദൃശ്യ ശക്തിക്ക് അറിയാം. ഇത് നിങ്ങളുടെ മനസ്സിൽ വഴികൾ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ അദ്വിതീയ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സ്വയം നയിക്കും. ഇതനുഭവിക്കാൻ നിങ്ങളുടെ അന്തർമനസ്സിന്റെ ശാന്തിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. കാരണം ഈ ശക്തി നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കുകയും ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ശരിയായ വഴിയും ദിശയും നിങ്ങൾക്ക് ലഭിക്കാനായി ഇത് നിങ്ങളുടെ കൂടെ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ആശയവിനിമയം നിങ്ങളുടെ അന്തർമനസ്സിലൂടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വഴിയിലൂടെയാണ് ഈ ശക്തി നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്റെ ഭക്തന്മാർക്ക് സന്തോഷവാർത്തയുണ്ട്. കാരണം നിങ്ങളുടെ ഈ യാത്ര ഇനി കൂടുതൽ ലളിതവും സുഗമവുമായിരിക്കും. ഈ അദൃശ്യ ശക്തിക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താനുള്ള ഉത്തരവ് ഞാൻ നൽകിയിട്ടുണ്ട്. കാരണം നമുക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ മാത്രമേ തടയാൻ കഴിയൂ, ഒരു ദിവ്യമായ പോസിറ്റീവ് ഊർജ്ജത്തെ തടയാൻ കഴിയില്ല. കാരണം അതിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ ജോലിയും എളുപ്പമാകുന്നു. ഈ ശക്തിയുടെ കൂട്ട് ലഭിക്കുന്നത് ഒരു അന്ധനായ വ്യക്തിക്ക് വഴിയിൽ കൈപിടിച്ച് നടത്താൻ ഒരാളെ ലഭിക്കുന്നതുപോലെയാണ്. മുന്നിൽ എന്തെങ്കിലും കല്ലുകളോ തടസ്സങ്ങളോ ഉണ്ടായാൽ മുന്നിൽ കല്ലുണ്ടെന്നും ഈ വശത്തേക്ക് തിരിയണമെന്നും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ ശക്തിയുടെ കൂട്ട് ലഭിക്കുന്നത് ആയിരക്കണക്കിന് വലിയ മനുഷ്യരുടെ കൂട്ട് ലഭിക്കുന്നതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവനെ. ഈ അദൃശ്യശക്തി നിങ്ങളിൽ വലിയ മനുഷ്യരുടെ ഗുണങ്ങൾ നിറയ്ക്കാൻ പ്രവർത്തിക്കുന്നു. ഈ ശക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണർന്നുവരികയും വലിയ വ്യക്തികളെ സവിശേഷമാക്കുന്ന ഗുണങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. വലിയ വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഉയരങ്ങളിലേക്കെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ അന്തർമനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തി ഓരോ നിമിഷവും നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കും. സ്ഥിരതയോടെയുള്ള ഈ അദൃശ്യശക്തിയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം ആളുകളെ നിങ്ങളുടെ പക്ഷത്തെത്തിക്കും. ഈ ശക്തി നിങ്ങളെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആളുകൾ നിങ്ങളെ ഒരു പ്രചോദനമായി കാണും. വളരെ വലിയ വിജയം പെട്ടെന്ന് ലഭിക്കും. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന ആ ദിശയിൽ നിന്നും നിങ്ങൾക്ക് വലിയ വിജയം ലഭിക്കാൻ പോകുന്നു. ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വെല്ലുവിളികളും അവസാനിക്കുകയാണ്. ധനത്തിന്റെ വലിയ ശേഖരം നിങ്ങൾ കാണും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സമയവും സാഹചര്യങ്ങളും ഇപ്പോൾ അനുകൂലമാണ്. ഇനി ഒരു തടസ്സവും നിങ്ങളുടെ വഴിയെ തടസ്സപ്പെടുത്തില്ല. ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പുതിയ സുഹൃത്ത് വരും. അയാളുടെ വരവ് നിങ്ങൾക്ക് അത്ഭുതകരവും ശുഭകരവുമായിരിക്കും. കടന്നുപോകുന്ന ഈ സമയം പൂർണ്ണമാകും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇനി ദൂരീകരിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഇപ്പോൾ നീങ്ങുകയാണ്. ദിവസം ചെല്ലുന്തോറും നിങ്ങൾ ശ്രേഷ്ഠനായി മാറുന്നു. നിങ്ങളുടെ കൈകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന ശൂന്യതയും അപൂർണതയും പെട്ടെന്ന് മാറിപ്പോകും. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകാൻ പോകുന്നു എന്റെ പ്രിയപ്പെട്ടവനെ. വളരെ മനോഹരമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നു. ദിവ്യമായ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് സ്വയം ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിക്കുന്നത്, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതെല്ലാം പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ദൂരെയുള്ള നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ പെട്ടെന്ന് പൂർണ്ണമാകും. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ശുഭകരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവനെ. എല്ലാം നല്ല രീതിയിൽ നടക്കാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ എല്ലാം പെട്ടെന്ന് സംഭവിക്കും. സന്തോഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. അടഞ്ഞുകിടന്ന ഭാഗ്യത്തിന്റെ പൂട്ട് ഇപ്പോൾ പെട്ടെന്ന് തുറക്കപ്പെടും. മറ്റാരുടെയും സഹായമോ കൂറ്റോ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം ശക്തിയാൽ നിങ്ങൾ വലിയ വിജയം സ്വന്തം പേരിൽ കുറിക്കും. നിങ്ങൾ ചുവടുവെക്കുന്ന ഒരു സുവർണയാത്രയാണിത്. നിങ്ങളുടെ ചുവടുകളെ തടയാൻ ആർക്കും കഴിയില്ല. വലിയ വിജയം നിങ്ങൾ കൈവരിക്കും. എല്ലാ ദിശകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. നിങ്ങളുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചതിപ്രയോഗങ്ങൾ നടത്തുന്ന, നിങ്ങളുടെ സന്തോഷങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഒരു സ്ത്രീയുടെ തിരിച്ചറിയൽ മുന്നിൽ വരാൻ പോകുന്നു. അവൾ സുന്ദരിയാണ്, പുഞ്ചിരിക്കുന്നവളാണ്, അവളുടെ മുഖം തിളങ്ങുന്നതാണ്. അവൾ നിങ്ങളോട് വളരെ അടുത്തയാളാണ്. ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുള്ളവളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണ്. നിങ്ങൾ കണ്ണുമടച്ചവളെ വിശ്വസിക്കുന്നു. എന്നാൽ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ ചതിപ്രയോഗങ്ങൾ മാത്രം നടത്തുകയാണ്. അവൾ മധുരമായി സംസാരിക്കുന്നു, പുഞ്ചിരിക്കുന്നു, നിങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു. നിങ്ങൾ അവളുടെ വാക്കുകളിൽ വീണുപോകുന്നു, വഞ്ചിക്കപ്പെടുന്നു. അവൾ കുതന്ത്രങ്ങൾ മെനയുന്നു. ജീവിതത്തിൽ പലതവണ അവൾ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവനെ, അവളിൽ നിന്ന് ജാഗ്രത പാലിക്കുക.
നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കർമ്മങ്ങളുടെ ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമാണ്, ഒരുപാട് ദൂരം മുന്നോട്ടു പോകും. നല്ല അവസരങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു, സന്തോഷങ്ങൾ ലഭിക്കാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതം സഫലമാകാൻ പോകുന്നു. കാണകെ കാണകെ സുഖമനുഭവപ്പെടും, നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. നിങ്ങളുടെ അടുക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇനിയുണ്ടാകും. പരമപിതാവായ പരമേശ്വരന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം സുന്ദരമാണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. നിങ്ങൾ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല, ആരെയും അത്യാഗ്രഹത്തോടെ നോക്കിയിട്ടില്ല, ആരുടെയും ധനസമ്പത്ത് നിങ്ങൾ തട്ടിയെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും പുരോഗതി പ്രാപിക്കുന്നത്. നിങ്ങളുടെ ഭാവി വളരെ സുരക്ഷിതമായി മാറാൻ പോകുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണ്. നിങ്ങൾ സാധാരണ നിലയിലേക്ക് മാറുകയാണ്, എന്റെ പ്രിയപ്പെട്ടവനെ. ആ ദിവസം വരികയാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര അളവറ്റ സന്തോഷങ്ങൾ പെട്ടെന്ന് ലഭിക്കും. ധനം ലഭിക്കും, സുഖം ലഭിക്കും, വൈഭവം ലഭിക്കും, ആനന്ദം കൈവരും. ജീവിതം പെട്ടെന്ന് പൂർണ്ണമായി മാറിമറിയും. സുഖത്തിന്റെ വർഷമുണ്ടാകും നിങ്ങളുടെ മേൽ. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ പുരോഗതി പ്രാപിക്കും, വളർച്ചയുണ്ടാകും. ആദ്യമായി ഞാൻ നിങ്ങളെ ഈ സന്ദേശത്തിലേക്ക് എത്തിച്ചത് ഒരു കാര്യവും പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കരുത് എന്ന് പറയാനാണ്. മനസ്സ് വിഷമിപ്പിക്കരുത്, ചെയ്യാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുക. പുതിയ മാനങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു, പുതിയ പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കുന്നു, സുഖകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഭാവിയിലെ ചില പദ്ധതികൾ നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു. സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ഉടൻ തന്നെ നിങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തുകടക്കും, ഉടൻ തന്നെ മാറ്റങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ വിജയം കണ്ട് ആളുകൾ അത്ഭുതപ്പെടും, നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും ഇപ്പോൾ അവരുടെ തീരുമാനത്തിൽ ഖേദിക്കും. നിങ്ങളയച്ച പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കഠിനമായ വഴികൾ എളുപ്പമുള്ളതായി മാറി, നിങ്ങൾക്ക് അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇനി സാധ്യമാകും. എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും, ഇതുവരെ ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോകും വിധം. നിങ്ങളുടെ മനസ്സിലുയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ വിജയം ഉറപ്പാക്കപ്പെടാൻ പോകുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങളെ അലട്ടിയിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, എന്റെ പ്രിയപ്പെട്ടവനെ. ചില കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമാകും. ആന്തരികമായ ശാന്തി നിങ്ങൾക്ക് ലഭിക്കും. ചില കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. പെട്ടെന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം തിരികെ ലഭിക്കും. നിങ്ങൾ മുന്നോട്ടു പോകുന്ന വഴി നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വയം അകന്നുപോകും. ഇനി നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല, ലാഭം മാത്രമുണ്ടാകും. ധനമഴയുണ്ടാകും. ചില കുറവുകൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകാം, എന്നാൽ ഇനി ധനസമൃദ്ധി നിങ്ങൾ കാണും. ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റൊരു പുതിയ അവസരം കൂടി ലഭിക്കാൻ പോകുന്നു. ഒരുപാട് ചിന്തിച്ച് സമയം കളയാതെ ചുവട് മുന്നോട്ട് വയ്ക്കൂ, കൂടുതൽ ആലോചിക്കേണ്ടതില്ല. തീരുമാനമെടുക്കൂ, കാരണം വിജയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഒരുപാട് മുന്നിലെത്തും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഭാരങ്ങളിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ മുക്തനാകും. വളരെ വലിയൊരു സന്തോഷവാർത്ത പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഭാഗ്യമുണരും. നിങ്ങൾ ചിന്തിക്കാതിരുന്ന സന്തോഷങ്ങൾ 4 ഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ മേൽ വർഷിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതം ആനന്ദകരമാകും. നിങ്ങൾ സമൃദ്ധി കൈവരിക്കും. വിജയം നിങ്ങളുടെ പാദങ്ങൾ ചുംബിക്കും. കാണകെ കാണകെ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങളുണ്ടാകും. ശാന്തി ലഭിക്കും. ചില പുതിയ അനുഭവങ്ങൾ കൈവരും. നിങ്ങളുടെ ഭാഗ്യം മാറിമറിയും. നിങ്ങളുടെ ചിന്തകൾ മാറും. പരമപിതാവായ പരമേശ്വരന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു സുവർണാവസരം നിങ്ങൾക്കുടൻ തന്നെ ലഭിക്കും. ഈ സന്ദേശം പൂർണ്ണമായി കേട്ടുതീർക്കുന്നതിനു മുൻപ് തന്നെ ജീവിതത്തിൽ വളരെ വലിയൊരു സന്തോഷവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ സ്വയം ആകർഷിച്ച ആ സന്തോഷങ്ങൾ ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ദൂരീകരിക്കപ്പെടുകയാണ്. സന്തോഷത്തിനായി പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു.